അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാർ വെക്കാൻ പോവുകയാണ്. സാമ്പാറിൻ്റെ കൂടെ ഒരു തോരനും വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ മത്തങ്ങ കഷ്ണമുണ്ട്, പിന്നെ വെണ്ടക്കായ ഉണ്ട്, ഒരു ഉരുളൻകിഴങ്ങും തക്കാളിയൊക്കെയാണ് നമ്മൾ സാമ്പാർ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. തേങ്ങ ദേ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കണതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, കാരണം ഒരു വട്ടം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ പിന്നെ ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് തോരൻ വെക്കാനായിട്ട്. അപ്പോൾ അതുപോലെ പരിപ്പും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുഴുവൻ മുളകും ഒക്കെ മുഴുവൻ മുളകൊക്കെ ഇട്ടിട്ടാണ് തേങ്ങ വറുത്തിട്ട് അരച്ചതാണ് നമ്മൾ അതിലേക്ക് ചേർക്കണത്. അപ്പോൾ ഇന്നാൾ ഞാൻ പറമ്പിൽ പോയപ്പോഴേ പുല്ല് വെട്ടാൻ പോയപ്പോൾ കണ്ടതാണ് കായ്ക്കൊല. നല്ല വലിയ കായ്ക്കൊല കേട്ടോ. എനിക്ക് പൊന്തണമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ഞാനിവിടെ എത്തിച്ചു. കുറേയൊക്കെ നമ്മുടെ കിളിയോട് കൊത്തി. അപ്പോൾ ഒറ്റ തൂക്കലിൽ ഇട്ട് കഴിഞ്ഞാൽ തലയ്ക്ക് തട്ടും. അപ്പോൾ ഞാൻ 2 പകുതിയാക്കിയിട്ട് രണ്ടോടത്തും തൂക്കിയിട്ടു, ഒന്ന് അടുക്കളയിലും ഒന്ന് പുറത്തടുക്കളയിലും. അപ്പം നമ്മുടെ കടഭാഗത്തതൊക്കെ നല്ലോണം പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇതേ നമ്മുടെ ബീട്രൂട്ട് തോരൻ വെച്ചു. ഞാനത് ചോപ്പറിലാണ് കേട്ടോ അരിയണത്. അപ്പോൾ ഇതേ നമ്മുടെ തോരനൊക്കെ റെഡി. അപ്പോൾ എനിക്കൊരു സാധനം കൂടിയും കിട്ടി, ഫാഷൻ ഫ്രൂട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കുറേ വീണ് പോയി, കിളികളൊക്കെ കൊത്തിയിട്ട് മുകളിലാവുക കാരണം നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല, മാവുമേ ചുറ്റി പിടിച്ചിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ വീണപ്പോൾ കിട്ടിയപ്പോൾ ഞാനിതെടുത്ത് കൊടുന്നു. എന്നും ഇത് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും, അല്ലെങ്കിൽ ഇത് വെറുതെ നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കലാണ്. അപ്പോൾ ഒരു പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു പഴം ഇട്ടിട്ടൊരു കാര്യം ചെയ്താലോ എന്ന്. അപ്പോൾ ഞാനൊരു പഴത്തിൻ്റെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഫാഷൻ ഫ്രൂട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഇളക്കുക. അങ്ങനെ നല്ല വണ്ണം കൂട്ടികളൊക്കെ നല്ലോണം ഉടയ്ക്കാൻ പറ്റുവെച്ചോ ഉടയ്ക്കാം കേട്ടോ. നമുക്ക് പഴം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതേപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് എന്താ, നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആഹാ, എന്താ രസം ഉണ്ടാവുക വെച്ചിട്ടാ. അപ്പോൾ ഈ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ഇതൊന്നും കൂടി ഉടയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഉടയ്ക്കാനുള്ള ക്ഷമയില്ല, കാരണം ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കണ്ടപ്പോൾ തിന്നാനൊരു ഇതുകൊണ്ട് വിശക്കണുണ്ട് എനിക്ക്. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അത് ഉടയ്ക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അതൊന്നും ഉടയ്ക്കാൻ നിന്നില്ല. അപ്പോഴേക്ക് മോൾ അതിൻ്റെ ഇടയിലൊന്ന് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ശരി, ഞങ്ങൾ രണ്ടാളും കഴിക്കുകയെന്ന് വെച്ചാൽ അതിനും മാത്രം ഇല്ല സാധനം. അപ്പോൾ അങ്ങനെ അവൾക്കും 2 വായൊക്കെ കൊടുത്തു, ഞാനും അത് മുഴുവനായിട്ട് കഴിച്ച് തീർത്തു. അപ്പോൾ അതേ നമ്മുടെ സാമ്പാർ അപ്പോഴേക്കൊക്കെ റെഡിയായി, ഒക്കെ വേവിച്ച് ഇതൊക്കെ ആയിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മൺകലത്തിലേക്ക് ആക്കി. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നല്ല വെട്ടിത്തിളച്ച് നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അതിലേക്ക് നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡിയായി. അപ്പോൾ ഇനി എന്താ, സാമ്പാർ റെഡിയാവുക. ഞാൻ പറഞ്ഞില്ല എനിക്ക് വിശന്നിട്ടാണ് അങ്ങനെ നിൽക്കണത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വിശന്നപ്പോൾ എന്ത് ചെയ്ത്, വേഗം ചോറുണ്ടാന്ന് ചോദിച്ചു. നേരെ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ചോറിന് ഇതേ നമുക്ക് സാമ്പാറുണ്ട്, ഉണക്കമീനുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, പപ്പടമുണ്ട്, അമ്പഴങ്ങ അച്ചാറുണ്ട് കേട്ടോ. ഇനി എന്താ, വേറെ എന്തെങ്കിലും വേണം അതിലേക്ക് കഴിക്കാനായിട്ട് നമുക്ക്. ഈ സാമ്പാറും തോരനും ഉണക്കമീനും പപ്പടമൊക്കെ കൂടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ. എൻ്റെ അപ്പോൾ എന്ത് ടേസ്റ്റ് വെച്ചിട്ടാ. പക്ഷേ എനിക്ക് സാമ്പാറും ഇതൊക്കെ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടം. പക്ഷേ ഞാൻ കുറച്ച് ചോറേ ഉണ്ണുള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സി യു.